പി വി ശ്രീനിജൻ എം.എൽ.എ. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. 2020യുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ അത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. പി വി ശ്രീനിജൻ, ഈ 2020യുടെ സാബു ജേക്കബ് അങ്ങയാണ് ഏറ്റവും വലിയ ശത്രുവായിട്ട് കണ്ടിരുന്നത്. ഇപ്പോൾ ഈ 2020 ചെന്നുപെട്ടിരിക്കുന്ന എൻ.ഡി.എയുടെ പാളയത്തിലാണ്. എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. അദ്ദേഹം എന്നെ ശത്രുവായി കണ്ട് അദ്ദേഹം ഇപ്പോൾ എടുത്ത രാഷ്ട്രീയ തീരുമാനം എത്രത്തോളം അദ്ദേഹത്തിന് ഗുണകരമാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്ന് അമൃത് ഭാരത് ട്രെയിൻ ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റൊരു പ്രത്യേകത, ഇന്നത്തെ ദിവസത്തിൽ സാബു ജേക്കബ് സംഘപരിവാറിൻ്റെ പുതിയ ട്രെയിനിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഈ ട്രെയിൻ, സംഘപരിവാർ ട്രെയിനിൽ വടക്കോട്ടുള്ള ഈ ട്രെയിനിൽ കയറുവാൻ കേരളത്തിൻ്റെ മതേതര സ്വഭാവമുള്ള ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ ഈ ട്രെയിനിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സാബു ജേക്കബിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യങ്ങളുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ഇന്നലെ നേരത്തെ 382 അദ്ദേഹത്തിൻ്റെ കിറ്റെക്സിൻ്റെ ഷെയർ ഇന്നലെ 147 ഇന്നലെ വന്നിരുന്നത്. പക്ഷേ ഇന്ന് ഈ സംഘപരിവാറുമായിട്ടുള്ള ബാന്ധവം അദ്ദേഹത്തിന് ഒരു 4% ഷെയറിലേക്ക് ഒന്ന് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കച്ചവട ലാഭം എവിടെ ഉണ്ടാകും അവിടേക്ക് സാബു ജേക്കബ് എത്തുന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അതിലപ്പുറം അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇന്ന് സാബു ജേക്കബ് പറഞ്ഞൊരു കാര്യം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ അദ്ദേഹം അതിന് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ ശക്തികളുമായിട്ട് ബാന്ധവത്തിലേർപ്പെടുകയാണ്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ അങ്ങനെ ന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ആക്രമിക്കപ്പെടില്ല എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതിന് കാരണം സാബു ജേക്കബ് സംഘപരിവാർ ശക്തികളല്ല, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും അതിന് നേതൃത്വം നടക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളതുകൊണ്ടാണ് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരാൾ പോലും കേരളത്തിൽ ആക്രമിക്കപ്പെടാത്തത്. അതിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങൾ ഭരിക്കുന്ന ഞങ്ങളുടെ ഇടതുപക്ഷ സർക്കാരാണ്. അത് സാബു ജേക്കബ് തിരിച്ചറിയണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് സാബു ജേക്കബിനോടുള്ളത്. സാബു ജേക്കബ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കച്ചവട താല്പര്യത്തിന് വേണ്ടി അദ്ദേഹത്തോട് അണിചേർന്ന 100 കണക്കിന് സാധാരണക്കാരായിട്ടുള്ള 2020 പ്രവർത്തകരെ വഞ്ചിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ 2020 പ്രവർത്തകരെ നിങ്ങൾ കൊടുത്ത വാഗ്ദാനങ്ങളുടെ പേരിലാണ് നിങ്ങളുടെ കൂടെ അണിചേർന്നത്. പക്ഷേ അവരെല്ലാം വഞ്ചിച്ചുകൊണ്ട് ഇന്ന് സാബു ജേക്കബ് സംഘപരിവാറിൻ്റെ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി 100 കണക്കിന് ആളുകളാണ് ഇപ്പോൾ 2020യിൽ നിന്ന് ജനാധിപത്യ ചേരിയിലേക്ക് വരാൻ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഇതിനിടെ പറഞ്ഞോട്ടെ, ഈ സാബു ജേക്കബ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. എന്നിട്ട് പോലും ഇത്രയും കാലം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന ആക്രമണത്തെപ്പറ്റി അദ്ദേഹം, BJP നടത്തിയ ആക്രമണത്തെപ്പറ്റി അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായില്ലല്ലോ. കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? BJPയെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചായിട്ട് കേട്ടിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെല്ലാം കേരള ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുവാനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങളെ സംരക്ഷിക്കാനും അല്ലാതെ ഒരിക്കൽ പോലും കേരളത്തിൻ്റെ വികസന വിഷയങ്ങളോ കേരളത്തിൻ്റെ മറ്റ് കാര്യങ്ങളോ ഒരിക്കലും അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ സംഘപരിവാർ ആയിരക്കണക്കിന് കന്യാസ്ത്രീകളും അച്ഛന്മാരും മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകളും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ പൗരത്വ പ്രശ്നത്തിൽ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്? ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ വളരെ നിശബ്ദ പാലിച്ചിരുന്ന സാബു ജേക്കബ് ഒരു സുപ്രഭാതത്തിൽ സംഘപരിവാറിൻ്റെ കുപ്പായം തയ്ച്ച് സംഘപരിവാർ നേതാവാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ താല്പര്യം വളരെ കൃത്യമായിട്ടുള്ള കച്ചവട താല്പര്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി ഈ സാബു ജേക്കബ് ഈ 2020 രൂപീകരിച്ചു, അഴിമതിക്കെതിരെയുള്ള ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞത് രൂപീകരിച്ചു. അപ്പോൾ തന്നെ കുറേ ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം പോയി, അല്ലെങ്കിൽ കുറേ വോട്ടർമാരും നേതാക്കളും പോയി നമുക്ക് കാണാവുന്നതാണ്. കാരണം ഒരു സ്ഥിരമായി LDFനൊപ്പമോ UDFനൊപ്പമോ നിൽക്കാത്ത കുറേ മനുഷ്യരുണ്ട്. അവർ ഈ സാബു ജേക്കബിനെ വിശ്വസിച്ച ആ മനുഷ്യരുണ്ട്, അതിൽ നേതാക്കളുണ്ട്, വോട്ടർമാരുണ്ട്. അവരുടെ അവസ്ഥ എന്താകും? ഞാനതാ നേരത്തെ പറഞ്ഞത്, അത് നിഷ്പക്ഷമതകളായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിൽ വിശ്വസിച്ചിരുന്ന കേരളത്തിലെ കുറച്ച് ആളുകൾ സാബു ജേക്കബിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് 2020യുടെ കൂടെ ചേർന്നിരുന്നു. പക്ഷേ ഈ സാബു ജേക്കബിൻ്റെ NDA പ്രവേശനം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സുപ്രഭാതത്തിലുണ്ടായിരുന്നല്ല. വളരെ നാളുകളായിട്ട് കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയാണ് സാബു ജേക്കബ് പ്രവർത്തിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് സാബു ജേക്കബിനെ 2020 ഉണ്ടായിരുന്ന
ഏകദേശം 10ഓളം നേതാക്കൾ ബി ജെ പിയിൽ ചെന്നു. ബി ജെ പിയിൽ പ്രവർത്തിച്ചിരുന്ന കുറേ നേതാക്കൾ 2020-ലും വന്നു. അങ്ങനെ ആ കൃത്യമായിട്ടുള്ള പാലം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സാബു ജേക്കബിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപകുമാർ കഴിഞ്ഞ പ്രാവശ്യം NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് കൊടുങ്ങല്ലൂർ മത്സരിച്ചാണ്. അദ്ദേഹമാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ സാബു ജേക്കബിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സാബു ജേക്കബിനെ NDA ക്യാമ്പിലെത്തിക്കുന്നതിൽ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു ശ്രമം വളരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ആ കാലത്ത് പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. ഇതെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അവലോകനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഞാൻ മുൻകൂട്ടി പ്രവചിച്ചിരുന്നത്. പക്ഷേ അന്ന് അതാരും വിശ്വസിച്ചിരുന്നില്ല. ഇന്നലെ അത് യാഥാർത്ഥ്യമായി. ഏതായാലും ഞാൻ പറഞ്ഞ കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇപ്പോഴെങ്കിലും മനസ്സിലായെന്ന് എന്നുള്ളതിൽ വലിയ സന്തോഷം എനിക്കുന്നുണ്ട്. ഇനി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020-ക്ക് നഷ്ടമുണ്ടായി. അതായിരിക്കണം ഒരു പക്ഷേ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് സാബു ജേക്കബിനെ എത്തിച്ചത്. പക്ഷേ 2 പഞ്ചായത്തുകളിൽ ഈ 2020-യുടെ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടിയാണ് UDF ഭരിക്കുന്നത്. വടവുകോടും പുത്തൻകുരിശും എറണാകുളത്ത് തന്നെ. അതിൽ ഇനി എങ്ങനെയായിരിക്കും? കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ UDF നേതാക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവരൊക്കെ സ്വതന്ത്രരാണ് എന്നാണ് പറഞ്ഞത്. അതിനെ നമ്മൾ രാഷ്ട്രീയമായിട്ട് എങ്ങനെ കാണണം? ഞാൻ പുത്തൻകുരിശിൽ കണക്ക് പറയാം. അതായത് LDFന് 8, UDFന് 7, 2020-ക്ക് 2. ആ 2 2020 പ്രവർത്തകരുടെ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുടെ വോട്ടോടുകൂടിയാണ് UDF പുത്തൻകുരിശ് പഞ്ചായത്ത് ഭരിക്കുന്നത്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആത്മാഭിമാനമുണ്ടെങ്കിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന 2 2020 പ്രവർത്തകരുടെ അല്ലെങ്കിൽ 2 NDA മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സംഘപരിവാറിൻ്റെ വോട്ടോടുകൂടി കോൺഗ്രസ് ഭരിക്കുന്ന പുത്തൻകുരിശ് പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾ രാജിവെക്കുക, എന്നിട്ട് നിങ്ങൾ BJPക്കെതിരായിട്ടുള്ള നയം വ്യക്തമാക്കുക. അതല്ലാതെ അവർ രാഷ്ട്രീയ നിലപാടാണ്, ഞങ്ങൾ ചോദിക്കാതെയാണ് അവർ ചോദിക്കാതെ പിന്തുണ നൽകിയ മറ്റ് ആളുകളുടെ വോട്ടോടുകൂടി SDPI അല്ലെങ്കിൽ മറ്റ് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടോടുകൂടി ജയിച്ച പല സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം BJPയുടെ വോട്ട് ജയിച്ച പല സ്ഥലങ്ങളുണ്ട്. അവരെല്ലാം രാജിവെച്ച് പുറത്തേക്ക് പോയി. പക്ഷേ ഈ പുത്തൻകുരിശ് പഞ്ചായത്തിൽ മാത്രം ഇങ്ങനൊരു നിലപാട് എന്തുകൊണ്ട് കോൺഗ്രസ് എടുക്കുന്നത് എനിക്ക് അത്ഭുതമാണ്. ഏതായാലും NDAയുടെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ടുള്ള 2020-യുടെ വോട്ടോടുകൂടി ഇനിയും പുത്തൻകുരിശ് പഞ്ചായത്ത് ഭരിക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തീരുമാനിക്കട്ടെ. താങ്ക് യു. എന്തായാലും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ എന്തായിരിക്കും 2020-യുടെ ഒരു രാഷ്ട്രീയ ഭാവി എന്നതുകൂടി PV ശ്രീനിജൻ നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഒപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കിനി കാണാം സാബു ജേക്കബിൻ്റെ 2020 ഏത് നിലയിലേക്ക് എത്തും, മറ്റ് നേതാക്കൾ ഒപ്പം നിൽക്കുമോ അതോ എല്ലാവരും വീക്ഷിച്ച് പോകുമോ, ഒപ്പം UDFും അവരുടെ പിന്തുണ സ്വീകരിച്ച UDFും NDA പാളയത്തിലേക്ക് 2020 പോയപ്പോൾ എന്ത് നിലപാടെടുക്കുമെന്ന് അവരും വ്യക്തമാക്കേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്നും തിയോഫിൻ കൈരളി ന്യൂസ്.